കേരള യൂണിവേഴ്സിറ്റി MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് നഷ്ടമായതിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കി. വൈസ് ചാൻസലർ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 7-ന് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം പുനഃപരിശോധിച്ചേക്കും. തന്റെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്ന് ഉത്തരക്കടലാസ് ഏറ്റുവാങ്ങിയ അധ്യാപകൻ 24-നോട് പറഞ്ഞു. PSC വകുപ്പുതല പരീക്ഷയിൽ ചോദ്യത്തിനൊപ്പം ഉത്തരസൂചികയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചതിനാൽ പരീക്ഷ റദ്ദാക്കിയെന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. 2024 മെയ്യിൽ നടത്തിയ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് കാണാനില്ല എന്നുള്ള ഒരു അറിയിപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പരീക്ഷ നടത്തിയ ഏകദേശം 1 വർഷമാകുമ്പോഴാണ് ഇത്തരമൊരു കണ്ടെത്തലിലേക്ക് യൂണിവേഴ്സിറ്റിക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും ഇതിൽ നഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കാണ്. 71 വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി പോലും തുലാസിലാകുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൂല്യനിർണ്ണയത്തിനായി കൈമാറിയ 71 ഉത്തരക്കടലാസുകളാണ് അധ്യാപകനിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇതോടെ 3ാം സെമസ്റ്റർ പ്രോജക്ട് ഫിനാൻസ് പരീക്ഷ വീണ്ടും ഏപ്രിൽ 7-ന് നടത്തുമെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചു. ഇമെയിൽ വഴിയാണ് അറിയിപ്പ് ലഭിച്ചത്. മൂല്യനിർണ്ണയത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ പാലക്കാടിനും ആലത്തൂരിനും ഇടയിൽ വെച്ച് ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടു എന്നാണ് അധ്യാപകന്റെ വിശദീകരണം. തൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെന്നും അധ്യാപകൻ 24-നോട് പറഞ്ഞു. ആലത്തൂരൊക്കെ ആയപ്പോഴാണ് ഞാൻ കുഴൽമന്നോ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്നത്തെ ദിവസം എല്ലാം അവിടെ പോയി എല്ലാം നോക്കി, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അതൊക്കെ ഒരു കുട്ടികളുടെ ഭാവിയാണ്, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കളഞ്ഞുപോയി, അത്രയാണ്. എന്നാൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിറം കെടുത്തി കാണിക്കാൻ ബോധപൂർവം നടത്തിയ ഒരു ശ്രമമാണോ ഇത് എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഇതിന് പിന്നിലുണ്ട്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 3 തവണ സർവകലാശാല നോട്ടീസ് നൽകിയിട്ടും പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ DGPക്ക് പരാതി നൽകി. 2 വർഷത്തെ MBA കോഴ്സ് പഠനം അവസാനിച്ച് ഭൂരിഭാഗം വിദ്യാർത്ഥികളും വിദേശത്തടക്കം ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനത്തോടെ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി. അതും ഇത്രയും ഷോർട്ട് നോട്ടീസിൽ 1.5 വർഷം 6 മാസം കൊണ്ട് പഠിച്ചത് ഷോർട്ട് നോട്ടീസ് 6 ദിവസം കൊണ്ട് എഴുതണമെന്നും പറഞ്ഞാൽ അതുമാത്രമല്ല, നമ്മൾ 2-3 സ്റ്റുഡൻസ് പുറം വിദേശത്ത് നിൽക്കുകയാണ്. അവർക്ക് വരാൻ ഒരു നിർവാഹവും ഇല്ല. എക്സാമിൻ്റെ പേപ്പർ ഇനി കാണാനാവുമല്ലോ. അത് യൂണിവേഴ്സിറ്റി റെസ്പോൺസിബിലിറ്റി ഒഴികെയാണ് ഈ എക്സാം വീണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി S1 പേപ്പർ ഇനി കാണാതില്ല, നാളെ മെയിൽ വന്നാൽ മറ്റന്നാൾ വീണ്ടും പോയി എക്സാം എഴുതാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. നമ്മൾ ജൂനിയേഴ്സിറ്റി ഉണ്ടല്ലോ എക്സാം എഴുതാൻ. വൈസ് ചാൻസലർ വിളിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച ചേരും. പരീക്ഷാ തീയതി നീട്ടി നൽകാനാണ് ആലോചന. മൂല്യനിർണ്ണയം വേഗത്തിൽ നടത്തി റിസൾട്ട് പ്രസിദ്ധീകരിക്കാനും ആലോചിക്കുന്നുണ്ട്. വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഇതിനിടെ PSC വകുപ്പുതല പരീക്ഷയിൽ ചോദ്യത്തിനൊപ്പം ഉത്തരവും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചതിനാൽ പരീക്ഷ റദ്ദാക്കി. ചോദ്യത്തിന്റെ കവറിനൊപ്പം ഉത്തരസൂചികയും ഉൾപ്പെടുത്തിയാണ് കേന്ദ്രങ്ങൾ എത്തിച്ചത്. ഇതോടെ സർവേ വകുപ്പിലെ സർവേയർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ PSC റദ്ദാക്കിയ പരീക്ഷ പിന്നീട് നടത്തുമെന്ന് PSC അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപ്രകാരം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയും വരും. എന്തായാലും നാക്കിൻ്റെ A++ ഗ്രേഡ് ഉള്ള സർവകലാശാലയാണ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ഗതികേടിലെത്തിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും നാക്കിൻ്റെ ഗ്രേഡിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്, അതിലും സംശയങ്ങളില്ല. ആ രീതിയിലുള്ള ക്വാളിറ്റി ഒക്കെ ആ യൂണിവേഴ്സിറ്റിക്കുണ്ട്. പക്ഷേ ഇതിപ്പോൾ അധ്യാപകൻ പറയുന്നു എൻ്റെ കയ്യിൽ നിന്നാണ് ആ ഉത്തരക്കടലാസ് നഷ്ടമായെന്ന് പറയുന്നു. ഇനി ഈ ബാച്ചിലെ കുട്ടികൾക്കുള്ള മറ്റൊരു ഗതികേടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആവേണ്ടവരാണവർ. നിലവിൽ തന്നെ ഒരുപാട് വൈകിയിരിക്കുന്ന റിസൾട്ട് വരാൻ. അപ്പോഴാണ് ഈ ഉത്തരക്കടലാസ് കൂടി കാണാതായിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പരീക്ഷ എഴുതി ഇനി വീണ്ടും അതുമായി മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലാണ് വിദ്യാർത്ഥികളുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പ്രതികരണങ്ങളൊക്കെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. പലരും ഇവിടെ ഇല്ല, നാട്ടിലില്ല, അവരൊക്കെ ഇനി മടങ്ങി വരണം, വീണ്ടും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് പരീക്ഷ എഴുതണം. എന്താണെന്ന് നോക്കുക.